ഇന്ത്യയുടെ സ്വന്തം 5.5 ജനറേഷൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആംക പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കമ്പനികളാണ് 110 കിലോ ന്യൂട്ടണിലധികം ത്രസ്റ്റുള്ള എഞ്ചിൻ്റെ ഓഫറുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ, അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക്സ്, ഫ്രാൻസിൻ്റെ സാഫ്രാൻ, ഇംഗ്ലണ്ടിൻ്റെ റോൾസ് റോയ്സ്. ഈ 4 എഞ്ചിനിൽ വെച്ച് നമ്മുടെ GTR പ്രിഫർ ചെയ്യുന്നത് റോൾസ് റോയ്സ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യം ഒരു കഥ പറഞ്ഞു തുടങ്ങാം. കഥ വേണ്ട, ഒരു സംഭവം തന്നെ ആയിക്കോട്ടെ. റോയൽ തായ് എയർഫോഴ്സ് അവരുടെ പഴയ F-16 ഫ്ലീറ്റിനെയൊക്കെ ഒന്ന് മാറ്റി പുതിയ വിമാനങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ആ പ്രോഗ്രാമിൽ അവസാന ലാപ്പിൽ വരുന്നത് അമേരിക്കയുടെ പുതിയ F-16 വിമാനങ്ങളും സ്വീഡൻ്റെ സാപ്പ് ഗ്രിപ്പൻ എയർക്രാഫ്റ്റുകളുമായിരുന്നു. അവസാനം റോയൽ തായ് എയർഫോഴ്സ് സാപ്പ് ഗ്രിപ്പൻ ചൂസ് ചെയ്തു. അതുപോലെ തന്നെ കൊളംബിയയ്ക്കും കുറച്ച് പുതിയ വിമാനങ്ങൾ വാങ്ങണം. അവരും അമേരിക്കയുടെ F-16 പിന്തള്ളി സാപ്പ് ഗ്രിപ്പനെ ചൂസ് ചെയ്തു. അതോടെ അമേരിക്ക സ്വീഡനിലെ സാപ്പ് കമ്പനിയുമായിട്ട് GEയുടെ F414 ഡീൽ ക്ലോസ് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. കാരണം അമേരിക്കയുടെ F-16 കൊളംബിയയ്ക്ക് വിൽക്കണം. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഡിഫൻസ് പർച്ചേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ എഞ്ചിന് വേണ്ടിയിട്ട് എയർക്രാഫ്റ്റിൻ്റെ സ്ട്രക്ചർ മുഴുവൻ മാറ്റി ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഒരുപാട് ഡിസൈനിങ്ങും ടെസ്റ്റിങ്ങും അങ്ങനെ പല കാര്യത്തിനുമായിട്ട് ഒരുപാട് കാലതാമസം ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ ആംകായ്ക്ക് വേണ്ടിയിട്ട് GEയുടെ എഞ്ചിൻ്റെ പിന്നാലെ പോകുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഥ അവിടെ നിൽക്കട്ടെ. ഈ 4 എഞ്ചിനുകളുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സിലേക്ക് നമുക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള 177S എഞ്ചിൻ്റെ കാര്യമാണ്. ഇതൊരു 5th ജനറേഷൻ എഞ്ചിനാണ്. ഇത് നമ്മുടെ സുഖോയ് 30 MKIയുടെ അപ്ഗ്രേഡഡ് വേർഷന് വേണ്ടിയിട്ടും നമ്മുടെ ആംക പ്രോഗ്രാമിന് വേണ്ടിയിട്ടുമാണ് ഈ 5th ജനറേഷൻ എഞ്ചിൻ അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചേർക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് GEയുടെ എഞ്ചിനാണ്. ഇപ്പോഴത്തെ GE414 എഞ്ചിനിലെ കുറച്ച് എൻഹാൻസ്മെൻറ്റ്സ് ഒക്കെ നടത്തി 110 to 130 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള ഒരു എഞ്ചിൻ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ GEയുടെ എഞ്ചിനിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, GE നമുക്ക് കാര്യമായ ടെക്നോളജി ട്രാൻസ്ഫർ തരില്ല, ഇൻ്റലിജൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഒട്ടും തരില്ല. എന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് നമ്മൾ GE414 എഞ്ചിന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്ത ഡീലിൽ പോലും 150% വിലയിൽ അവർ വർദ്ധിപ്പിച്ചത്. പിന്നെ ബാക്കിയുള്ളത് റോൾസ് റോയ്സിൻ്റെ EJ200 ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനും അതുപോലെ സാഫ്രാൻ M88 ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു എഞ്ചിനും. റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ ഇപ്പോൾ യൂറോഫൈറ്റർ ടൈഫോണിൽ വളരെ വിജയകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൂവൻ ടെക്നോളജിയാണ്. EJ200 പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് GTRയും റോൾസ് റോയ്സും സംയുക്തമായിട്ട് ഒരു അഡ്വാൻസ്ഡ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് അവരുടെ ഓഫർ. ഇത് വളരെ ഉയർന്ന ഫ്യൂൽ എഫിഷ്യൻസിയും ത്രസ്റ്റ് നൽകുന്ന ഒരു എഞ്ചിനായിരിക്കും. പിന്നെ ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റംസ് ഇതിലുള്ളത് കൊണ്ട് ഇതിൻ്റെ തെർമൽ മാനേജ്മെൻറ്റ് വളരെ ഉയർന്നതായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസും വർദ്ധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ IR സിഗ്നേച്ചറും ഒരുപാട് കുറവായിരിക്കും. ഒരു 5th ജനറേഷൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് തെർമൽ മാനേജ്മെൻറ്റ്. അതുകൂടാതെ ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷനും കൂടെ ചേർത്തിട്ട് ഇതിനെ ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ ടെക്നോളജിയാക്കി മാറ്റുമ്പോൾ ഇതിനെ ഒരു ഫ്യൂച്ചർ റെഡി ടെക്നോളജി എന്ന് പറയാം. എന്ന് മാത്രമല്ല, നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അൺമാൻഡ് പ്ലാറ്റ്ഫോമിലും ഇത് നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ സാഫ്രാൻ്റെ M88 ഡെറിവേറ്റീവിൽ M88 എഞ്ചിൻ അങ്ങനെ തന്നെയല്ല, 110 കിലോ ന്യൂട്ടണിൽ മുകളിൽ ത്രസ്റ്റ് ഉള്ള ഒരു പുതിയ എഞ്ചിൻ. ഇവിടെ ആദ്യം മുതലേ എഞ്ചിൻ പൂർണ്ണമായിട്ടും പുതിയതായിട്ട് നിർമ്മിക്കാനാണ് അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി പുതിയ കോർ ഡിസൈൻ. ഇത് M88 എഞ്ചിനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇതിനെ ആംകായ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഒരു ടൈലർ മെയ്ഡ് ഡിസൈൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, ആംകായ്ക്ക് വേണ്ട സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസും പെർഫോമൻസ് നീഡ്സും എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനായിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റ്സ് എല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ ഉയർന്ന തെർമൽ മാനേജ്മെൻറ്റ് ഇതിലും സാധ്യമാകുന്നതാണ്. പിന്നെ റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ പോലെ തന്നെ റഡാർ സിഗ്നേച്ചറും ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും വളരെ കുറഞ്ഞ രീതിയിലായിരിക്കും ഇത് നിർമ്മിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കൊളാബറേഷൻ ഓഫർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് റോൾസ് റോയ്സിൻ്റെ എഞ്ചിൻ ഒന്ന് പരിശോധിക്കാം. ഇതിൽ ഇവർ പറയുന്ന ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്. റോൾസ് റോയ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത് 100% ടെക്നോളജി ട്രാൻസ്ഫറും 100% ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമാണ്. ഇവിടെ ഒരു ജോയിൻറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. കാരണം ഇത് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ എഞ്ചിൻ നിർമ്മിച്ച് കഴിയുമ്പോൾ ഈ എഞ്ചിൻ നാളെ മാനുഫാക്ചർ ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മോഡിഫൈ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇന്ത്യക്ക് അതിൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. ഇനി റോൾസ് റോയ്സിന് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അവർക്കും നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്കും സ്വന്തമായിട്ട് ചെയ്യാം. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്.
ഇത് കൂടാതെ ഇവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന മൊത്തത്തിൽ ഒരു കൊളാബറേറ്റീവ് മോഡൽ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യുക, രണ്ടുപേരും ഒന്നിച്ച് ഇതിനെ ഡിസൈൻ ചെയ്യുക, രണ്ടുപേരും ഒന്നിച്ച് ഇതിനെ മാനുഫാക്ചർ ചെയ്യുക. അങ്ങനെ ഇന്ത്യക്ക് വളരെ ആക്റ്റീവായിട്ട് ഈ എഞ്ചിൻ ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റോൾസ് റോയ്സുമായിട്ട് ചേർന്ന് നമ്മുടെ എഞ്ചിനീയേഴ്സ് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് അടുത്ത് നിന്ന് ക്ലോസ് ആയിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. റോൾസ് റോയ്സ് ഇതിന്റെ കൂടെ തന്നെ അവരുടെ ഫെസിലിറ്റീസിൽ ഈ എഞ്ചിൻ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും എല്ലാം ഇതിന്റെ കൂടെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കോൺട്രാക്റ്റിൽ വരുന്നതാണ്. ഇനി നമ്മൾ സാഫ്രാന്റെ കൊളാബറേഷൻ ഓഫറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാഫ്രാനും ഓഫർ ചെയ്യുന്ന 100% ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. അതിൽ അവർ ഈ എഞ്ചിന്റെ സോഴ്സ് കോഡുകളും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹോട്ട് സെക്ഷൻ ടെക്നോളജിയും എല്ലാം ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഇത് നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നതിന് യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയിലായിരിക്കും ഇത് നിർമ്മിക്കുന്നത്. പക്ഷേ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫറിന്റെ കാര്യം വരുമ്പോൾ അത് പാർഷ്യലാണ്, പൂർണ്ണമല്ല. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം. എന്ന് മാത്രമല്ല അവരുടെ പ്രസൻസോട് കൂടി മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കൂ. അങ്ങനെയുള്ള ഒരു വലിയ ലിമിറ്റേഷൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു വലിയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫ്രാന്റെ ഓഫർ പ്രകാരം അവർ പുതുതായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എഞ്ചിൻ കോർ മുതൽ എഞ്ചിന്റെ സകല ഭാഗങ്ങളും എഞ്ചിൻ പൂർണ്ണമായിട്ടും പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് വരുന്നു എന്നുള്ള ഒരു ഓഫർ വരുമ്പോൾ ഇത് ഒരുപാട് സമയമെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് റോൾസ് റോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള EJ200ന്റെ ഒരു അഡ്വാൻസ്ഡ് ഡെറിവേറ്റീവ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറെ കൂടെ വേഗത്തിൽ നമുക്ക് ലഭിക്കാനും സാധിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ റോൾസ് റോയ്സിന്റെ എഞ്ചിനാണ് നല്ലത് എന്ന് GTRE അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ ഫുൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്ക് വരുന്നുണ്ട്. അത് ജോയിന്റ് ആണ്. രണ്ടുപേർക്കും ഒരുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടാവും. ഈ പുതിയ എഞ്ചിന്റെ ഉടമസ്ഥാവകാശം രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാനും ഇത് പ്രൊഡ്യൂസ് ചെയ്യാനും ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാനും എല്ലാമുള്ള അവകാശം തുല്യമായിരിക്കും. പിന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള അവകാശം അത് രണ്ടുപേർക്കും മ്യൂച്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഈ എഞ്ചിനോ ടെക്നോളജിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും സമ്മതം വേണമെന്നുള്ള ഒരു ക്ലോസും കൂടി ഉണ്ട്. ഇത് ഇന്ത്യക്ക് കുറച്ചുകൂടെ ഗുണകരമായിട്ട് വരും. കാരണം നാളെ നമ്മുടെ ശത്രു രാജ്യങ്ങൾ ആരെങ്കിലും ചൈനയോ പാകിസ്ഥാനോ അതുപോലെയുള്ള രാജ്യങ്ങൾ വല്ലതും ഈ ഒരു എഞ്ചിൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ റോൾസ് റോയ്സ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരയാവും. അപ്പം നമ്മുടെയും കൂടെ സമ്മതമില്ലാതെ അവർക്കും കൊടുക്കാൻ പറ്റില്ല, അവരുടെയും കൂടെ സമ്മതമില്ലാതെ നമുക്കും കൊടുക്കാൻ പറ്റില്ല. ഇതിലൊരു റവന്യൂ ഷെയറിംഗ് എഗ്രിമെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഈ എഞ്ചിൻ നിർമ്മിച്ച് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ എഞ്ചിൻ ടെക്നോളജി പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ആരെങ്കിലുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തരം സെയിൽസ് ആണല്ലോ. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റുകൾ മുഴുവൻ രണ്ടുപേരും ഒരുപോലെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പും കൂടെ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ ടെക്നോളജിയിലും തെർമൽ മാനേജ്മെൻറ്റ് ടെക്നോളജിയിലും എല്ലാം ഇന്ത്യക്ക് 100% ടെക്നിക്കൽ നോഹവും ട്രാൻസ്ഫറും കിട്ടി കഴിയുമ്പോൾ ഇത് നമ്മുടേതായിട്ട് മാറുകയാണ്. റോൾസ് റോയ്സ് നമുക്ക് 100% ടെക്നോളജി ട്രാൻസ്ഫർ ഓഫർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ടെക്നോളജി മുതൽ എഞ്ചിൻ്റെ കോർ ഡിസൈൻ, അതിൻ്റെ മെറ്റീരിയൽസ്, മാനുഫാക്ചറിങ് പ്രോസസ്, മെയിൻ്റനൻസ് നോ ഹൗ ഇതെല്ലാം അവർ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടും അതുപോലെ തന്നെ റോൾസ് റോയ്സ് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റോഡ് മാപ്പാണ് GTREക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടായിരിക്കും GTRE ഒഫീഷ്യൽസ് റോൾസ് റോയ്സ് എഞ്ചിനെ പ്രിഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവരുടെ താല്പര്യവും പ്രപ്പോസലും ഇന്ത്യൻ എയർഫോഴ്സും മിനിസ്ട്രി ഓഫ് ഡിഫൻസും HAL എല്ലാം കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും. ഏതായാലും എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ആവട്ടെ, പെട്ടെന്ന് മുന്നോട്ട് നീങ്ങട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.